നിങ്ങൾ മുതലാളികൾക്ക് ഒരു പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങൾക്ക് ഓടിച്ചു. സൈഡ് വരാഞ്ഞിട്ടല്ലേ? ഫോൺ അടിച്ചിട്ട് സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്റെ മോളിൽ കൂടെ ചാടിപ്പോവോ? നീ ആളാ ജെയിംസ് ബോണ്ടാ? തണ്ണി പോട്ടിരിക്ക, ഇതാണ് തണ്ണി പോട്ടിരിക്ക, ഇതാണ് തണ്ണി പോട്ടിരിക്ക. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അവിടുത്തെ അടിച്ച് ഫിറ്റായി കിടക്കുന്നത്. അനാവശ്യം പറയരുത്. ഇപ്പൊ നമ്മളെ കുടിച്ചിട്ടുണ്ട്. വെള്ളം അടിച്ചോണ്ട് മനുഷ്യനെ കൊല്ലാൻ നടക്കണേ. 500 രൂപ കിട്ടണം. 500 രൂപ ബമ്പറയിലും തട്ടിയാൽ 500 രൂപ. ക്രാൻ കൊടിഞ്ഞിരിക്കാൻ അതെങ്ങനെയാ? ബമ്പറയിലും തട്ടിയാൽ ക്രാൻ കൊടിയുന്നു. ഇന്ന ഊരിലെ അപ്പിടിത്താ. ആമാ അപ്പിടിത്താൻ. നിന്നെ ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിപ്പിക്കാം. ഇന്ന് പോയതല്ലേ. இன்னும் 500 ரூபா. உள்ளே உட்காருமா, உள்ளே இருங்க சார், உள்ளே இருங்க சார், உள்ளே உட்காருங்க சார். அப்படியே ரிவர்ஸ் போட்டு இப்படியே போய் ஃபர்ஸ்ட் போட்டு அப்படியே போங்க. இன்னும் நிறைய மாட்டு வண்டி இருக்கு, பார்த்து போங்கம்மா. ஸ்டார்ட் ஆகலையா? சரிவையடா, இந்த மாதிரி டைம்ல தானே ஹெல்ப் பண்ணலாம். போமா, பார்த்து போமா. இன்னும் மாட்டு வண்டி இருக்கு, தள்ளாம கொள்ளாம போமா. 1 2 3 4 5 அவங்க காத்தாத்தோட சொல்லியாச்சு. நம்ம காத்து நம்ம போயிடுச்சு. ഇരുട്ടുന്നതിന് മുമ്പ് എത്തുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞത്. വഴിയിലൊക്കെ വൈകിപ്പോയി. ഒരു ഹീറ്ററോടെ എടുത്തേക്കണമെന്ന്. നല്ല തണുപ്പുണ്ട്. വേണ്ട, കണ്ണാടിന്റെ കിടന്നോളൂ. ഉറക്കം വരുന്നുണ്ടോ? ഒരു മണിയും ഇടട്ടെ. யாருக்காக இது, யாருக்காக இந்த மாளிகை, வசந்த மாளிகை, காதலோவியம் கலந்த மாளிகை. யாருக்காக இது, யாருக்காக இந்த மாளிகை, வசந்த மாளிகை, காதலோவியம் கலந்த மாளிகை. காவலே போ, காவலே போ.
എല്ലാം വന്നിട്ടുണ്ട്. യാറ് അടിച്ച് ഫിറ്റാണല്ലേ, അവർ കേൾക്കും. എന്നാ കാലത്ത് പറഞ്ഞ് തോൽക്കാൻ മേലായിരുന്നോ? കനക, ഇയാൾ ഏതാ? ഞാൻ പറഞ്ഞില്ലേ, രാഘവൻ. ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ. പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക, ഇതൊക്കെയാ പണി. എനിക്കൊരു സഹായമായിട്ടെന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. ആളറിയാ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ആർക്കായാലും ഒരബദ്ധമൊക്കെ കുറച്ച് കാശ് ചെലവായിപ്പോയി. ബാക്കി നാളെ. വേണ്ട, കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ, കയ്യിൽ വെച്ചോളൂ. ചേട്ടാ, എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഒന്നും പറയണ്ട കാണാരേട്ടാ. നാളെ മുതൽ താമസിക്കാൻ വേറെ സ്ഥലം നോക്കിയാൽ മതി. എന്റെ ഗതി പെരുവഴി. പോനാൽ പോകട്ടും, പോടാ. இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா, போனால் போகட்டும், போடா. എന്നെ തിരിച്ചറിഞ്ഞപ്പോ ആള് ശരിക്കും ചമ്മി കേട്ടോ. ബമ്പർ മുറങ്ങിന് അവന്റെ ക്രാങ്ക് ഒടിയുന്നു. 500 രൂപയെ കാശെല്ലാം നടത്തി. എന്താ? ഇന്നലെ ആളറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. എനിക്കതിന് സംശയം തോന്നി. പിന്നെ തോന്നി വേറെ ആരാണ്ടോ ആണെന്ന്. അതുകൊണ്ടാ. ആരായാലെന്താ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ല, ഇന്നലെ വെള്ളത്തിന്റെ പുറത്ത്. ആഹാ, അപ്പൊ താൻ വെള്ളം അടിക്കല്ലോ. അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴൊരു ശകല ഇത്തിരി. മേലിൽ മദ്യവെച്ച് ബംഗാളിന്റെ കോമ്പൗണ്ടിൽ വന്നാലുണ്ടല്ലോ, അന്ന് തന്നെ പുറത്താക്കും. മനസ്സിലായോ? പിന്നൊരു കാര്യം, തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ, യാരിക്കാരയാണോ എന്തോ, അതും വേണ്ട. സാറിനെ ഞാൻ കൊണ്ടുപോവാ. വേണ്ട. അയ്യോ, ഒരു കുഴപ്പമുണ്ടാകില്ല. ബാബുട്ട, ഞാൻ ഇപ്പൊ വരാം. സൂക്ഷിച്ച്. സലാം സാർ. നല്ല മുഖപരിചയം. ചുമ്മാ തോന്നായിരിക്കും അല്ലേ? ഇനി എന്നും രാവിലെ നമ്മൾ 2 രൂപ കറക്കം. എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തു പോവാം. യാർക്കാ താഴെ അടിവാരത്ത് നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു. ഞാൻ നാളെ വണ്ടിയിൽ പോകുമ്പോ വാങ്ങിക്കാം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല. ഭയങ്കര നടുവേദനയും പനിയും. അല്ല, നമ്മുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. താനെന്താ പോലീസിലായിരുന്നോ? അല്ല. അപ്പൊ പിന്നെ കള്ളനായിരുന്നോ? അയ്യോ,
ഇല്ല. പിന്നെങ്ങനെയാ സാറിന് പരിചയം? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഒരു കാർ എടുക്കും. നല്ല പുള്ളികളാ. രാത്രി നേരെ ഇങ്ങ് പോന്നല്ലേ? ബാബുട്ടൻ വല്ലാതെ ടയേർഡായി. എങ്കിൽ രാവിലെയെങ്കിലും വരായിരുന്നില്ലേ? ബാബുട്ടിനെ ഒറ്റയ്ക്കാക്കിട്ടോ. സുമ നീ വന്ന് നീ വലിയ പെണ്ണായി പോയല്ലോ. കെട്ടിക്കാറായി. അല്ല ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേനെ. ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ നേരം പതിരായി. അകത്തോട്ട് പോ. അല്ല ഇവനേതാ? നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന കണാരിയുടെ സഹായത്തിന് വരൂ. അല്ല ഇയാളേതാ? ആ ഹൗ ഡു യു ഫീൽ? ഫൈൻ അല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭേദമാവും. നല്ലൊരു ഡോക്ടറാണ് കൊടൈക്കനാൽ ഏത് രോഗത്തിനും. ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം. ബാബുവിന് സുഖമായിട്ട് മതി. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ബുദ്ധിക്കും ശരീരത്തിനും ആ കേട് അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? അതിനെല്ലാം മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാപ്പി എടുത്തു വെച്ചു. അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. കുട്ടികളല്ലേ? ഇവിടെ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നുണ്ട് ശ്രീദേവിക്ക്. തമാശയായിട്ട് എടുക്കണ്ട, ഒരു ചേഞ്ചിന് നല്ലതാ. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാമല്ലോ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? മോളെ, ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി നടന്നു കാണിക്ക്. എനിക്കിത്ര പണിയുണ്ട്. രണ്ടുമൂന്ന് പേരൻസ് വന്നിട്ടുണ്ട്. സതിവാ. ചേച്ചി വാ. എല്ലാ സമയാസമയത്ത് ചോദിച്ച് വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. സാറിന് വിശക്കുന്നോ? കുടിക്കാൻ എന്തെങ്കിലും? പാല് വേണോ അതോ ഹോർലിക്സ് വേണോ? പിന്നെ അയ്യോ, വിസ്കിയാ? ഞാനില്ല, കൊച്ചൻ മറിഞ്ഞ എന്നെ കൊല്ലും. കാണാനായിട്ടാ. പക്ഷെ വിസ്കിക്ക് ഇപ്പൊ എവിടെ പോവും? മുറി കുറച്ച് പട്ട ഇരിപ്പുണ്ട്, അത് മതിയാ. ഭഗവാനെ, കിടപ്പാടില്ലാതാവോ? ശ്രീദേവി, നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അത്ഭുതം സംഭവിക്കണം. ലെറ്റ് us hope for a miracle. മിറക്കിളും സംഭവിച്ച് അവൻ രക്ഷപ്പെട്ടു വരുമ്പോ അത് അനുഭവിക്കാനുള്ള പ്രായം നിനക്ക് കടന്നുപോകും. നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം. നീയും മറക്കും, ഞാനും മറക്കും. ഇനി അതുമല്ല, ഒരാൾക്കൊരാളെ പോരാ എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കാം. നോ സെന്റിമെന്റ്സ്.
ഈ മുറച്ചിറക്കം നിനക്ക് വേണ്ടി ഇത് കൂടുതൽ എന്ത് ചെയ്യണം? ശ്രീദേവി, ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം, വെറും സൂഡോ പാതിവൃത്യം. വയസ്സ് 10-45 മോളെ. ഒരുപാട് പെൺപിള്ളേരെയും കണ്ടു. മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ളൊരു അക്കാഡമിക് ഡിഗ്രിയും ഉണ്ട്. ആകെ തളർന്ന് സെക്ഷലി ഇമ്പോർട്ടന്റ് ആയ ഒരു ഭർത്താവ്, അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാഘവൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കാമല്ലോ, കണ്ടാൽ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോൾ. आहा झुम झुम प्यारे प्यारे मेरे मीत लिए, रात सुहाना तेरे मेरे लिए, नींद मेरे सुनो तेरा हवा कोई सुंदर मीठी मीठी भूले जाए सपनों का। आहा झुम झुम प्यारे प्यारे मेरे मीत लिए, आहा हा 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 हा। സാറ് പറഞ്ഞിട്ടാ ഇസ്കി കിട്ടിയില്ല, അതുകൊണ്ടാ ചായ. ഇവിടെ കണ്ടുപോരുത്. Get out. Get out. കണാരാ, എന്താ എന്ത് പറ്റി? കണാരാ, ഞാൻ വരുന്നേ. എന്താ നാളെ നേരം വിളിക്കുന്നു. അവനിവിടെ കണ്ടുപോകരുത്. സഹായിക്കാൻ നടക്കുന്നു. സുഖമില്ലാത്ത ചാരയെ കൊടുത്താണോ സഹായിക്കുന്നത്? സുഖാവുന്നവരെ കുടിക്കുന്നില്ലല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ടും